Hello guys, welcome back to my YouTube channel Diaries of Anas by Anashura Prasad. അപ്പോൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം, അതായത് December 31st, 2025 ഇയർ എൻഡ് ചെയ്യാണ്. അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൻ്റെ ഒപ്പം പോവുകയാണ്. അപ്പോൾ അവളെ കാത്ത് നമ്മൾ നിൽക്കുകയാണ്. അവളെ ഹസ്ബൻഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ എന്നെ പിക്ക് ചെയ്തു. നേരെ ഫാം ഹൗസിലോട്ടാണ് പോയത്. അവിടെ വെച്ചായിരുന്നു സെലിബ്രേഷൻ. അത് അവളുടെ ഹസ്ബൻഡ് കമ്പനിയുടെ സെലിബ്രേഷനാണ്. ആക്ച്വലി അവിടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ ഇൻവൈറ്റഡ് ആണ്. സോ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അവിടുത്തെ ഫുൾ വ്യൂ. ഇതാണ് എൻ്റെ ഫ്രണ്ട് അമൃത. ഇവളുടെ ഹസ്ബൻഡ് കമ്പനിയിലെ സെലിബ്രേഷനാണിത്. ഇവിടെ കുറേ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കുറച്ച് നേരം പോയി വീഡിയോ ഒക്കെ എടുത്തു. അവിടെ എൻട്രിയിൽ തന്നെ ചെണ്ടമേളമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും എൻട്രിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ചെണ്ടമേളമൊക്കെ ആയിട്ടായിരുന്നു എൻട്രി. ഇതാണ് ഫാം ഹൗസിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇത് അവിടെ നിന്ന് ടാഗാണ്. VIP ടാഗൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തും സർപ്രൈസ് എൻട്രി ആയിട്ട് നസീർ ആൻഡ് മെസ്സി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കുറേ ഡാൻസും ഇതെല്ലാം ഉണ്ടായിരുന്നു അവിടെ. ആക്ച്വലി ഈ ഫാം ഹൗസ് എവിടെയാണ്, ഇവിടെ എന്താണ് പ്രോഗ്രാം, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ഒരു പിക്ചർ എനിക്ക് കിട്ടിയത്. അവരുടെ കമ്പനിയിലെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കമ്പനിയിലെ ആളുകൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലീസ് തന്നെയാണ് കമ്പനിയിൽ. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. എല്ലാവരും കസിൻസും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ കുറേ പ്രോഗ്രാംസ് ആയിരുന്നു. കുറേ സ്കിറ്റ്, ഡാൻസ്, പാട്ട്, അങ്ങനെ അവരുടെ എംപ്ലോയീസിൻ്റെ ഫുൾ സെലിബ്രേഷനായിരുന്നു. ഇവിടെ ഈ കമ്പനിയിൽ ഏകദേശം 150+ എംപ്ലോയീസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും പ്രോഗ്രാമുകൾ ഇരുന്ന് കാണുകയും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. AM ആയി, ന്യൂ ഇയർ ആയി. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് അവരുടെ പാർട്ട്നേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. അവരുടെ എംപ്ലോയീസിന് മാത്രമല്ലായിരുന്നു, അവിടെ വന്നിരുന്ന ഗസ്റ്റുകൾക്കും കിഡ്സിനും എല്ലാവർക്കും ഗെയിംസും ഗിഫ്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. UAE ഈ സീസൺ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റിനെല്ലാം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതൊരു ഫാം ഹൗസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി തണുപ്പായിരുന്നു രാത്രി ആയപ്പോഴത്തേക്കും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറേ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ ഗായ്സ്, നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ കൂട്ടുകാരി അമൃത. ഇതുപോലെ ഇൻട്രോവേർട്ടാണ് ഗൈസ്. നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. തവണ നമ്മൾ അമൃതയുടെ ചേട്ടൻ്റെ
ഓഫീസിൽ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവരും വരാം. അപ്പോൾ അവൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു. എനിക്ക് വേറെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഞാൻ ഫ്രെയിമിലായിരുന്നു പോയത്. അപ്പം ഇത്തവണ എന്നാൽ പിന്നെ ഓക്കെ ഇവളുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാം എന്നോർത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. കഴിഞ്ഞ അവിടെ ഞാൻ ഫ്രെയിമിൽ പോയതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷന് പോകുന്നതിന് മുന്നേ ഉള്ള ഫിറ്റ് ചെക്കായിരുന്നു 2024. സോ ലാസ്റ്റ് ഇയർ നമ്മൾ ഫ്രെയിമിലായിരുന്നു. ഇവിടെ നിന്നാൽ നമുക്ക് ബുർജും കാണാം. അങ്ങനെ നമ്മൾ നല്ലൊരു വ്യൂ ഒക്കെ നോക്കി സെറ്റ് ചെയ്തു നിന്നു ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. ഉണ്ടും ഇടിയൊക്കെയാണ് ആ കാണുന്നത്. ദെൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ദിസ് ഇയർ 2026 ഇവിടെ ഡ്രോൺ ഷോയും ഇതെല്ലാം ഉണ്ടായിരുന്നെന്നാണ്, കൗണ്ട് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു തവണ പോയതുകൊണ്ട് എനിക്കങ്ങനെ ഫ്രെയിമിലോട്ട് പോകാൻ, കരാമയിൽ അടുത്താണെങ്കിലും ഫ്രെയിമിലോട്ട് പോകാൻ എനിക്കങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് ഇവിടുത്തെ ഫുൾ ക്രൗഡ്. ഇത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ബുർജ് ഖലീഫ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റി. അവിടുത്തെ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫയർ വർക്ക്സ്. സ്റ്റിൽ അവിടെ ഫയർ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു ഫ്രെയിമിൽ. അങ്ങനെ അവിടുത്തെ വ്യൂവും കണ്ടു. അങ്ങനെ ഫസ്റ്റ് ടൈം വീട്ടിൽ നിന്ന് മാറി നിന്ന ഒരു ന്യൂ ഇയർ ആയിരുന്നു അത്. ഇത്തവണ ഇത് സെക്കൻഡ് ന്യൂ ഇയർ ആയിരുന്നു വീട്ടിൽ നിന്ന് മാറി നിന്നത്. ഒരു 1 ഇയറോളം 2025 ഫുൾ വീട്ടുകാരെ കാണാതെ ഞാൻ ഇതുവരെ എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇയർ ഞാനും എൻ്റെ വീട്ടുകാരും ഒരിക്കലും മറക്കില്ല. എനിക്ക് പുതിയ ലെസൺസ്, ഗ്രോത്ത് ആൻഡ് എൻ്റെ വേ ഓഫ് തിങ്കിങ് എല്ലാം മാറ്റി തന്ന ഒരു നാടാണിത്. സോ ഐ ആം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ദാറ്റ് UAE എനിക്ക് ഇത്രയും ഒരു സെക്കൻഡ് ഹോം. എൻ്റെ ലൈഫ് ചേഞ്ച് ആയത് ഇവിടെയാണ്. ആൻഡ് ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു സൂപ്പറായിട്ടുള്ള ഒരു ന്യൂ ഇയർ ആയിരിക്കട്ടെ. എല്ലാവരുടെയും ഡ്രീംസൊക്കെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. എനിക്കും എൻ്റെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ഗൈസ്, ബൈ. ഇനി വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരുന്നതാണ്. അണ്ടിൽ ദെൻ ബൈ. അവർ രണ്ടുപേരും കൂടെ എന്നെ നൈറ്റ് തന്നെ കരാമയിലോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.